അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ കൂടിയത് എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ആനിമൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പപ്പ 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 എന്നുള്ളത് എണ്ണി വന്നു. അപ്പൊ ലാസ്റ്റ് നിൽക്ക ബോസ് വേണേ കുറച്ച് കുറയ്ക്കാം. അത് സംസാരിച്ച് ആ ഫ്ലോ കിട്ടിയപ്പോൾ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിനു മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വിളിയിലാണ്. ഞാൻ ആ വിളിയായിരുന്നു എല്ലാവരെയും വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അത്. ഞാൻ തിയേറ്റർ വിസിറ്റ്സിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസേ കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ വിളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സിനിമയിൽ പേര് ചോദിക്കാൻ രണ്ടുപേരും മറന്നു പോകുന്നത് ആ വിളി കാരണമാണ്. അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതില്. ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നിർമ്മാതാവുണ്ട്, അദ്ദേഹം മുടക്കിയ പൈസയുണ്ട്, ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട്, ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട്, ആദ്യമായി ഒന്നിക്കുന്ന 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക, നല്ലത് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അത് സംഭവിക്കുന്നതിനുമ്പോ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം. മിസ്റ്റർ ക്യൂ ചോദിക്കുമെങ്കിൽ അതിനെ പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ ജീവിതത്തിൽ അവിടെ അതിന് വിക്റ്റിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട്. അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ 2-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും, സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം അത് ആശിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും, ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടെയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോഴും തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, നമുക്ക് കഥകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ട്രോമയുടെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറേ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും. ഈ സിനിമയും ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. താങ്ക് യു. ഹോളിവുഡ് ടൈംസ് രണ്ടും താങ്കളുടെ പ്രൊഡക്ഷനിൽ അതിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഓടുമുതല ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലി ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ കഴിയും. ഒരു ഫെബ്രുവരി നെക്സ്റ്റ് ഇയർ ആണ് റിലീസ് പ്ലാൻ ചെയ്തേക്കുന്നത്.
മോളിവുഡ് ടൈംസ് ജനുവരി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അത് മുമ്പായി അടുത്തൊരു ഓണമൊക്കെ ആകുമ്പോഴാണ് പ്ലാൻ. എല്ലാം പ്ലാനാണ്. ഇല്ല, ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല. ഇപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലും ഒരു സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഭാഗത്തുനിന്നുള്ളതാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മുടി ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ കാശ് കൊടുത്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോൾ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് വന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും എഫേർട്ട് മുതൽ അതെ അപ്പൊ സംഭവിച്ചു. അബ്ബില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അല്ല, ആസിഫിനെയും പെട്ടെന്ന് കിട്ടുന്നില്ല, പിന്നെ എന്നെയും കിട്ടുന്നില്ല. ഞാനും ആ ബസ് സ്റ്റാൻഡിൽ സൈഡിൽ കൂടെ ചെന്നിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ കോട്ടയം ബസ് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അത് ഒരു ഭാഗ്യം.